ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പ് UAE വെച്ച് നടത്താൻ ഏകദേശം ധാരണയായിട്ടുണ്ട്. ആക്ച്വലി ഇന്ത്യയാണ് ഏഷ്യ കപ്പിന് ആദ്യത്തെ വഹിക്കേണ്ടത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പറഞ്ഞു ഇനി ഏഷ്യ കപ്പ് നടത്താനില്ല, ഞങ്ങളോട്ട് കളിക്കാനുമില്ല. പക്ഷേ ഇന്ത്യ കളിച്ചില്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങളും പരസ്യ വരുമാനങ്ങളും എല്ലാം അമ്പയിടിയും ഒന്നും ICCക്ക് കിട്ടാനുണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും നടത്താനുള്ള സമ്മർദ്ദം BCCIയുടെ മേലുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഇപ്പോൾ UAE വെച്ച് തന്നെ നടത്താം എന്ന് ഏകദേശം ധാരണയായിരിക്കുന്നത്. സെപ്റ്റംബറിലാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസ് ടൂറും ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നടത്തണം, അല്ലാതെ ഞങ്ങൾക്ക് ഏഷ്യ കപ്പ് എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നടത്തുവാണെങ്കിൽ നടത്തണമെന്നാണ് BCCI ICCയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റ് ഇൻഡീസ് ടൂറിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഏഷ്യ കപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിനകത്ത് മറ്റൊരു കോമഡി എന്താ വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാൻ ഒരു ഗ്രൂപ്പിൽ തന്നെ ആവാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. ഇതെന്തോന്ന് പറയുന്നത്, വേൾഡ് കപ്പ് കളിച്ചാലും ചാമ്പ്യൻസ് ട്രോഫി കളിച്ചാലും ഏത് കപ്പ് കളിച്ചാലും ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലാണ്. അറ്റ്ലീസ്റ്റ് അതിനകത്തെന്താ ഒന്ന് ഒരു തീരുമാനം എടുക്കുക. ഈ ഇന്ത്യയും പാകിസ്ഥാനും വേറെ വേറെ ഗ്രൂപ്പിലെങ്കിലും കിട്ടും. ഇപ്പം 2 ഗ്രൂപ്പിലാണെങ്കിൽ ജയിച്ച് വന്ന് സെമിയിലോ ഫൈനലിലോ എത്തുവാണെങ്കിൽ അവിടെ കളിച്ചാൽ മതിയല്ലോ. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഗ്രൂപ്പിലും കളിക്കണം, ജയിച്ച് കയറി വന്നു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ കളിക്കണം. അതിനകത്ത് നിങ്ങൾ തീരുമാനമാക്കിയിട്ട് ഏഷ്യ കപ്പോ വേൾഡ് കപ്പോ ചാമ്പ്യൻസ് ട്രോഫിയോ എന്താണെന്ന് വെച്ചാൽ നടത്ത് എന്നേ എനിക്ക് മൊത്തം ICCയോട് പറയുന്നു. ICCയോട് പറയുന്നതിനേക്കാൾ BCCയോട് പറയുന്നു.